കാട്ട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നും വന്നു ഗുരുതരമായ വെളിപ്പെടുത്തൽ. ക്രൂരമായ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടറിലൂടെ യുവതി തുറന്നു പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ വിവാഹ വാഗ്ദാനം നൽകി നിർബന്ധിച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. പീഡന വിവരം പുറത്തു പറഞ്ഞപ്പോൾ മറുപടി ഐ ഡോണ്ട് കെയർ എന്നായിരുന്നു. യുവതി പറഞ്ഞൊന്ന് കേൾക്കാം. 2023 കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ എനിക്കറിയായിരുന്നു പുള്ളിയെ. ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്റെ നമ്പർ വാങ്ങിക്കായിരുന്നു. അതെ, ടെലിഗ്രാം ത്രൂ ആയിരുന്നു മെസ്സേജുകൾ അയക്കുന്നത്. ആദ്യം എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നീട് അങ്ങനെയല്ല, പുള്ളി അതിന് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിലെല്ലാം ഈ മെസ്സേജ് അയക്കാൻ എന്നെ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യായിരുന്നു. നീ നോക്ക്, പുള്ളി നിർബന്ധിക്കുകയായിരുന്നു. സ്ഥലം ചൂസ് ചെയ്തതിനു ശേഷം അവിടെ ചെന്നതിന് ശേഷമാണ് ഇവിടെ ആൾക്കാർ കാണും, അതുകൊണ്ട് നമുക്ക് റൂം എടുക്കാം, ഇവിടെ ഭയങ്കര തിരക്കുണ്ട്, റഷ് ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം, നമുക്ക് റൂം എടുത്തിട്ട് സംസാരിക്കാം, അതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് പറയുമായിരുന്നു. ആ ദിവസം തന്നെ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിനു ശേഷം പുള്ളി ഒറ്റ ഡേ തന്നെ എന്നോട് പറയാണ്, എന്റെ മുഖത്ത് നോക്കി പറയാണ്, എനിക്ക് പറ്റില്ല കല്യാണം ഒന്നും കഴിക്കാൻ. ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് പോലും എനിക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതിന്റെ കൂടെ. അപ്പൊ അങ്ങനത്തെ ഒരു ബിസി ലൈഫാണ് എന്റെ. ആ ദിവസം പുള്ളിയുടെ കയ്യിൽ മരുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് എനിക്കത് കൊണ്ടു തരുമായിരുന്നു. എന്നിട്ട് എനിക്ക് മെഡിസിൻ അലർജി ഉള്ള ഒരാളാണ്, എനിക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പുള്ളി അത് കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു. പുറത്ത് പറയുന്നു പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് കെയർ, നീ പോയി പറഞ്ഞു എന്ന് പറഞ്ഞു. നീ പോയി പറഞ്ഞു, ഇതിലൊക്കെ കെയർ, ഇതിലൊക്കെ ആര് ഇത് ചെയ്യാൻ നിൽക്കുന്നു, നീ പോയി പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആർ റോഷിപാൽ നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ. ഭീമന്റെ വഴി എന്ന സിനിമയിലെ ഒരു ചില സീനൊക്കെ ഓർമ്മ വരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്താണ് തനിക്ക് വേണ്ടത് എന്നുള്ളത് കാര്യം കഴിഞ്ഞ ഉടൻ തന്നെ ആ പെൺകുട്ടിയോട് മുഖത്ത് നോക്കി പറയുകയാണ്. അതിനു മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എന്നത് ഒരു ഇറേസ് ബട്ടൺ അല്ലെങ്കിൽ ഡിലീറ്റ് ബട്ടണിൽ അദ്ദേഹം അങ്ങ് ഇല്ലാതാക്കുകയും ചെയ്തു. ആ പെൺകുട്ടി നമ്മളോട് സംസാരിക്കുമ്പോഴും അവർക്ക് പഴയ ഒരു ജീവിതത്തിലേക്ക്, സ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഈ ഒരു ട്രോമ അവരെ അലട്ടുന്നുണ്ടോ റോഷിപാൽ? സുജയ, ഒരു സംശയവുമില്ല, ആ കുട്ടി ആ മാനസിക ആഘാതത്തിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഏതാണ്ട് ദീർഘനേരം ആ പെൺകുട്ടിയുമായി സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു അഭിമുഖം മാതിരി ഇത് റെക്കോർഡ് ചെയ്തത്. അതിന് മുമ്പ് സംസാരിച്ചതിലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ആ കുട്ടി പറയുന്നുണ്ട്. നിരന്തരം ഈ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടും നിരന്തരം വീണ്ടും ഒരു ഹോട്ടൽ മുറിയിലേക്ക് എത്തിക്കാൻ പലവട്ടം ശ്രമിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് യാഥാർത്ഥ്യം. അത് ആ കുട്ടി പറയുന്നുണ്ട്. ഇപ്പോഴും പോലീസിൽ പരാതി കൊടുക്കാനോ കോടതിയെ സമീപിക്കാനോ ഉള്ള ഒരു ധൈര്യം ആ പെൺകുട്ടിക്കില്ല. കാരണം അങ്ങനെ പരാതിയുമായി പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതമാണ് ആ പെൺകുട്ടിയെ പിൻവലിപ്പിക്കുന്നത്. കാരണം അവർക്കൊപ്പമുള്ളത് വലിയ ഗുണ്ടകളാണെന്ന് ആ പെൺകുട്ടി ഭയപ്പെടുന്നുണ്ട്. ക്രിമിനൽ സംഘങ്ങളാണ്. വലിയ രീതിയിൽ വേട്ടയാടുന്ന ഭയമാണ്. കൃത്യമായി സ്നേഹം അഭിനയിക്കുന്നു, പ്രണയം നടിച്ചുകൊണ്ട് നേരെ കല്യാണം ഉറപ്പിക്കുന്ന രീതിയിൽ ആ സൗഹൃദം സ്ഥാപിക്കുന്നു, പിന്നീട് കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുന്നു, അത് പിന്നീട് ഹോട്ടലിലേക്ക് മാറ്റി അവിടെ നിന്നും കൃത്യമായി ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അത് കഴിയുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി എന്ന് ആ പെൺകുട്ടി പറയുന്നത്. എത്ര ക്രൂരമായ വേട്ടയാണ് നടത്തിയത്. ഇവരൊക്കെ പരാതി നൽകില്ലെന്ന ഉത്തമ ബോധ്യമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള പീഡനം നടത്താൻ അല്ലെങ്കിൽ നിലപാടെടുക്കാൻ രാഹുലിന് കഴിയുന്നത് എന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത് പറയാൻ കാരണം ഇനി മറ്റു പെൺകുട്ടികൾ രാഹുലിന്റെ ഇരയാകാൻ പാടില്ല എന്നതുകൊണ്ടാണെന്ന് കുട്ടി വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇനിയും ഏറെ പേർ ഒരുപക്ഷെ വെളിപ്പെടുത്തലുമായി വരുമെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ മറ്റൊരു സുഹൃത്തിനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ്, ഇരകൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. എത്ര പേരാണ് ഇരകളാകപ്പെട്ടിരിക്കുന്നത് എന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായി നിൽക്കുകയുമാണ്. ഇനിയെങ്കിലും ആരും ഇതിനൊന്നും പോയി തലവെച്ച് കൊടുക്കരുതേ എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ആ തലവെച്ച് കൊടുത്തവരൊക്കെയാണ് ഇപ്പോൾ അതിന്മേൽ വിലപിച്ചുകൊണ്ടേയിരിക്കുന്നത്.